എന്നിട്ടാണ് അവരുടെ പഴമില്ലായത്. പല ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടെങ്കിലും കൂടി ഇത്ര നല്ല അടിപൊളി ക്ലാസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണും. ഹായ്, പൊന്നാനി AV ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇപ്പൊ ഇതിൽ കണ്ടത്. അച്യുത വാര്യർ ഹയർ സെക്കൻഡറി സ്കൂൾ. ആ സ്കൂൾ മനോഹരമായി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചാനലിൽ നിന്ന് കിട്ടിയതാണ്. ഫാർ ഹിയർ എന്നാണ് ആ ചാനലിന്റെ പേര്. താങ്ക്സ് ടു ദം. ഗംഭീരമായിട്ട് ആ സ്കൂൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി. അവിടെ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുക്കാൻ പോയി, അധ്യാപകർക്ക് ക്ലാസ് എടുക്കാൻ പോയതിന്റെ വിശേഷം പറയാനാണ് ഞാനിപ്പോ വന്നത്. 127 വർഷം പഴക്കമുള്ള ഒരു സ്കൂളാണ്. മനോഹരമായിട്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. എന്ത് രസം വരെ കാണാൻ. ഞാൻ പല സ്കൂളുകളിലും ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. ഇത് എന്ത് രസം. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തറവാട് പോലെയുള്ള നല്ല ഭംഗിയിൽ ഓഫീസും ആ സ്കൂൾ പോലെ തന്നെ മനോഹരമാണ് അവിടുത്തെ അധ്യാപകർ, അവരുടെ പെരുമാറ്റം, അവരുടെ സ്നേഹം ഒക്കെ. ഞാന് വികാസ് സാറാണ് എന്നെ വിളിച്ചത്. വികാസ് എന്നാണ് സാറിന്റെ പേര്. അദ്ദേഹം വിളിച്ചു. എന്നിട്ട് ക്ലാസ് എടുക്കാൻ പോയത് ഉച്ചയ്ക്കാണ് ഞങ്ങൾ തുടങ്ങിയത്. ഒരു 3 മണിക്കൂറോളം നേരം 100-ലധികം അധ്യാപകരും ഞാനും പോയി. നല്ല രസകരമായിട്ട് അടിപൊളിയായിട്ട് എന്തായാലും പറയാം. ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറിയാതെ നമുക്കൊരു ക്ഷീണം വരും. പക്ഷെ ഒരു ക്ഷീണവും ഇല്ല. ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ നമുക്ക് എനർജി കൂടെ ചെയ്തു. എല്ലാവരും ആ ക്ലാസ് കഴിഞ്ഞിട്ടും രാവിലെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു. നല്ല സ്നേഹം. അതിലൊരു ചെറിയ ക്ലിപ്പ്, ഞാൻ 3 മണിക്കൂറിന്റെ ക്ലാസ്സാണ്, അതിന്റെ ചെറിയൊരു ഭാഗം റാൻഡമായിട്ട് സെലക്ട് ചെയ്ത 1-2 കാര്യങ്ങൾ കൂട്ടി വെച്ചിട്ടുള്ള അപ്രിസിയേഷനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് ഇപ്പൊ ചാനലിലൂടെ താങ്ക് യു. അപ്രീസിയേഷൻ. ഓ, മലയാളിക്ക് ഇത് അറിഞ്ഞുകൂടാ ഈ സാധനം. നന്നായി എന്ന് പറയാം അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ആ, തരക്കേടില്ല അല്ലേ? കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? ആ, കുഴപ്പം. ആ, പെൺകുട്ടി തരക്കേടില്ല. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ ഒരാളോടെ. സദ്യ. അപ്പൊ അയാൾ പറഞ്ഞു പഴം വലുതായത് കൊണ്ട് അവിടെ ഇറങ്ങി. ഞാൻ ആ പഴത്തിന് മുമ്പ് എന്തെങ്കിലും ഇറക്കിയിരുന്നോ? അപ്പൊ അയാൾ പറഞ്ഞു ആ ഒരില മുഴുവൻ ഇറക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് പറഞ്ഞു പഴമില്ല. ഇത് ഈ ചിരിക്കുന്നവരൊക്കെ തുല്യ ദുഃഖിതരാണ്, അതെനിക്കറിയാം. നിങ്ങൾക്ക് കണ്ട ഇപ്രാവശ്യം അദ്ദേഹം മാസ്കിന്റെ ഉള്ളിലാണ്ട് ഒതുക്കി ചിരിക്കും. പുറത്തിറക്കണ്ട. പാവം മനുഷ്യന്മാരാണ് എല്ലാവരും. ഞാൻ ശരിക്കും പറയട്ടെ, ഇങ്ങനെ ഒരു ഇരിപ്പ് തന്നെ നമുക്ക് എന്തൊരു സന്തോഷമാണ് പറ അല്ലേ? അല്ലേ, ഈ കണ്ണിലൂടെ കാണിക്കരുത്, കാണാനില്ല. ഞാൻ മാസ്ക് ഇട്ട് ക്ലാസ് എടുക്കട്ടെ? അലമ്പായിരിക്കുന്നു. ഇത്ര ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എങ്ങനെ ബുദ്ധിമുട്ട്? ഒരു തടിയൻ ഇങ്ങനെ കിടന്ന് ഡാൻസ് ചെയ്യുന്നു. ആ, നമ്മുടെ ക്ലാസ് റൂമിലെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഓടണം. അത് ഞാൻ വഴിയെ പറയാം, അതിലേക്ക് വരുന്നുള്ളൂ. നമ്മൾ ഓടണം, ചാടണം. അവർക്ക് ഓടാൻ പറ്റൂലല്ലോ. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ഓട്. എങ്ങനെയാ 3 മണിക്കൂർ നമ്മൾ സിനിമ ബോറടിക്കാതിരുന്ന് കാണുന്നത്? 3 മണിക്കൂർ എങ്ങനെയാ? നമുക്ക് വേണ്ടി അവർ ഓടുന്നുണ്ട്, അവർ ചാടുന്നുണ്ട്, അവർ ഡാൻസ് ചെയ്യുന്നുണ്ട്, അവിടെ കളർഫുൾ, അവർ പാട്ട് പാടുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഇരിക്കും, കാരണം അവിടെ നടക്കുന്നുണ്ട് അതൊക്കെ. നമ്മളും ആക്ടേഴ്സാണ് അല്ലേ? നല്ല ഈ ഓട്ടം ചാട്ടമുള്ള സിനിമ നമ്മൾ 2.5-3 മണിക്കൂർ സുഖമായിട്ടിരുന്ന് കാണും. ചില അവാർഡ് സിനിമകളില്ല, അത് നമുക്ക് എന്താ ബോറടിക്കുന്നത്? അതിലൊരു ഓട്ടവും ഇല്ല, ചാട്ടവും ഇല്ല, സൈലൻസ്. വന്നോ എന്നൊരാൾ ചോദിക്കും. പിന്നെ ഒരു 3 മിനിറ്റ് ഒന്നുമില്ല. 3 മിനിറ്റ് ഒരു ഡോർ ഇങ്ങനെ കാണിക്കും.